അപ്പൊ ഞാൻ ഓൾറെഡി എന്റെ കയ്യിൽ ഞാൻ ഫൗണ്ടേഷൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഒരു മിക്സഡ് ഷെയ്ഡാണ്. ലൈക്ക് റെവറോൺ കളർ സ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ഫൗണ്ടേഷനും അതുപോലെ തന്നെ മേബിലിൻ ഫിഗ്മിയിലെ ഐവറി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡും തമ്മിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് ഇത്. ഇതാണ് എന്റെ എക്സാക്ട് കളർ. ഇത് വെച്ചിട്ട് ഞാൻ എന്റെ ഫേസിൽ ഡോട്ട് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്റെ പാക്കിന്റെ 265 എന്ന് പറഞ്ഞിട്ടുള്ള മേക്കപ്പ് ബ്രഷ് വെച്ചിട്ടാണ് ഞാനിത് ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഞാനും ചെയ്യാറുണ്ട്. ആക്ച്വലി ഇത് വെറുതെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിക്കുന്ന സമയം നിങ്ങൾക്ക് പോറാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോർമലി എന്റെ വീഡിയോസിലൊക്കെ എല്ലാ ബ്യൂട്ടി ബ്ലോഗേഴ്സും ചെയ്യുന്ന പോലെ തന്നെ ഞാനും അങ്ങോട്ട് എന്താ പറയാ വീഡിയോ സ്പീഡ് കൂട്ടി വെക്കും. പെട്ടെന്ന് ബ്ലെൻഡ് ആയി കഴിയുകയും ചെയ്യും. അതുപോലെ തന്നെ മേക്കപ്പ് പെട്ടെന്ന് പരിപാടി കഴിയും. അപ്പോൾ ഒബ്വിയസ്ലി ഞാനും പണ്ട് ഇത് ഈ വീഡിയോസ് കണ്ടുകൊടുക്കുന്ന കാലത്ത് ഞാനും ഇത്ര കുറച്ച് നേരത്തെ പണിയുള്ളൂ. അവർ പറയുന്നത് ഈവൻ ഞാൻ മേക്കപ്പ് പഠിച്ചതല്ല, ഞാൻ സ്വന്തമായിട്ട് പഠിച്ചതാണ്, അല്ലാതെ എന്നെ കോഴ്സ് ചെയ്തിട്ട് പുറത്തു പോയി പഠിച്ചതൊന്നുമല്ല. അപ്പൊ കൂടുതൽ ഐ മീൻ ഓൾമോസ്റ്റ് എന്റെ എല്ലാ മേക്കപ്പും ഞാൻ പഠിച്ചിട്ടുള്ളത് യൂട്യൂബിൽ തന്നെയാണ്. അപ്പൊ യൂട്യൂബ് കണ്ടു തുടങ്ങുന്ന ആദ്യ കാലത്തൊക്കെ എന്റെ വിചാരത്തില് ഇത് വളരെ കുറച്ച് നേരത്തെ പരിപാടിയാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കാലം കുറേയൊക്കെ ഇങ്ങനെ ചെയ്ത് വന്നപ്പോഴാണ് ഇത് അത്യാവശ്യം മെനക്കെടുണ്ട്. ഈ ബ്ലെൻഡിംഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നേരം മെനക്കെട്ട് എടുത്ത് ചെയ്താൽ തന്നെ ആ ഒരു നാച്ചുറൽ ഫിനിഷിംഗ് കിട്ടുള്ളൂ എന്ന് മനസ്സിലായത്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ അടുത്തുണ്ടായിരുന്നത് മേബിലിന്റെ ഫിറ്റ്മി ഫൗണ്ടേഷൻ മാത്രമാണ് പണ്ട് കേട്ടോ. അപ്പൊ തുടക്കത്തില് അപ്പൊ ഇതിട്ടിട്ട് ഇത് ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഓക്സിഡൈസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ആണ്. അപ്പൊ നമ്മൾ ഇട്ടുടനെ ഇതിന് കുറച്ചും കൂടിയും ഒരു എന്താ പറയാ വൈറ്റ് കാസ്റ്റിംഗ് കൂടുതലായിരിക്കും. അപ്പൊ നമ്മളിത് ഇട്ടിട്ട് അന്ന് ഞാൻ പറഞ്ഞല്ലോ എത്ര നേരം ബ്ലെൻഡ് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, എത്ര നേരം ബ്ലെൻഡ് ചെയ്താലാണ് ആ നാച്ചുറൽ ഫിനിഷിംഗ് കിട്ടാന്ന് അറിഞ്ഞൂടാ. അപ്പൊ ആ സമയത്ത് ഇതിട്ട് പുറത്തിറങ്ങുന്ന അപ്പൊ തന്നെ ആൾക്കാർ തിരിച്ചിരുന്നു മോള് നന്നായിട്ട് മേക്കപ്പ് ഇട്ടുണ്ടല്ലേ എന്ന് ആ അവസ്ഥയായിരുന്നു. അപ്പൊ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ ബ്ലെൻഡിംഗ് എന്ന് പറഞ്ഞ സാധനം തന്നെ നമ്മൾ കുറെ നേരം മെനക്കെട്ടിരുന്ന് ചെയ്താൽ മാത്രമേ ഇത് അതിന്റെ ഫിനിഷിംഗിൽ അത്രയും പെർഫെക്ഷനിൽ നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ ഇപ്പൊ നോർമലി എല്ലാ ബ്യൂട്ടി ബ്ലോഗേഴ്സ് കാണിക്കുന്ന പോലെ പെട്ടെന്ന് അങ്ങനെ വീഡിയോസ് കൂടി കിട്ടി വെച്ചുകൊണ്ട് നമുക്കത് എത്ര നേരം ഉണ്ടെന്ന് തരുന്നില്ല. അപ്പൊ ഞാനിപ്പോ ഇത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാല് ഇപ്പൊ എത്ര സമയമായി ഞാൻ പറയാം, എത്ര നേരം ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടെന്ന് പറയാം. അപ്പൊ ഒബ്വിയസ്ലി നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ചിലപ്പോൾ ഇതിനെക്കാട്ടും കൂടുതൽ സമയം എടുക്കും. ഞാനിപ്പോ ബിഗിനർ അല്ല എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഭയങ്കര എക്സ്പേർട്ട് ഒന്നല്ല. അപ്പൊ എത്ര സമയമാണ് എനിക്ക് എടുക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കണക്കാക്കാൻ. അപ്പോൾ ഒട്ടും വരാത്ത ഒരാളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത്ര സമയമെങ്കിലും നിങ്ങൾ അത് ബ്ലെൻഡ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഒബ്വിയസ്ലി ആ ഒരു മേക്കപ്പിന് കുറച്ചും കൂടി ഒരു നാച്ചുറൽ ഫിനിഷിംഗ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഞാനിപ്പോ എന്റെ മൊബൈലിലാണ് വീഡിയോ എടുക്കുന്നത്. സമയം എത്രയാണെന്ന് ഞാൻ ഇപ്പൊ പറയാം. ഓക്കെ, ഇപ്പൊ 12:54 സമയം കേട്ടോ. അപ്പൊ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് തുടങ്ങാം. എത്ര നേരം ബ്ലെൻഡ് ചെയ്താലാണ് ഫിനിഷിംഗ് ഉണ്ടാവാൻ നോക്കാം. ഓക്കെ, ഓക്കെ, 12:54 സ്റ്റാർട്ട്. കുറച്ച് നേരത്തെ പണിയുണ്ട് കേട്ടോ. നമ്മുടെ ഫേഷ്യൽ ഹെയറിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണല്ലോ. അപ്പൊ അതിന് ഇങ്ങനെ ഒരു താഴത്തേക്ക് ഇങ്ങനെ ഒരു മോഷനിൽ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കൈയാണ് വെച്ചാലും അങ്ങനെ തന്നെ നമ്മള് കൈയും ബ്യൂട്ടി ബ്ലെൻഡറും അതുപോലെ തന്നെ ബ്രഷും യൂസ് ചെയ്യുമ്പോൾ ഡിഫറൻസ് എന്താന്നൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി എന്താ പറയാ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഡിഫറൻസ് കറക്റ്റ് മനസ്സിലാവും, ഓരോന്ന് യൂസ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്നുള്ളത്. അത് കണ്ടിട്ടില്ലാത്തവര് കാണണം. ലിങ്ക് ഞാൻ ഹൈക്കാർട്ടിൽ ഇടാം കേട്ടോ. ഞാനിപ്പോ മുഖത്ത് മാത്രമേ ഇടുന്നുള്ളൂ. നോർമലി നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഇയേഴ്സിലും നെക്കിലൊക്കെ ഇടണമെന്നാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഫേസിന്റെ കാര്യം മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ ഫേസിലെ മാത്രമേ ഞാൻ ശ്രദ്ധിക്കുന്നുള്ളൂ കേട്ടോ.
ഓക്കെ, ഓൾമോസ്റ്റ് കുഴപ്പമില്ല എന്നാണ്. എന്തായാലും ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഒന്നും കൂടെ ഒന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ആക്ച്വലി ഇങ്ങനെ കുറെ നേരം ഇപ്പൊ തന്നെ ഏകദേശം 1 മിനിറ്റ് ആയില്ലേ, 1 മിനിറ്റിന്റെ അടുത്തായിട്ടുണ്ടോ മിക്കവാറും. അപ്പൊ ഇത്രയും നേരം നമ്മൾ വെറുതെ ഈ ഒരു പ്രോസസ്സ് മാത്രം വീഡിയോയിൽ കാണിച്ചിരുന്ന ഒബ്വിയസ്ലി ആർക്കും ഇഷ്ടമുണ്ടാവില്ല, എല്ലാവരും വീഡിയോ അടിച്ചു വിടും. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് എന്താ പറയാ വീഡിയോസ് കൂട്ടി വെക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ബ്യൂട്ടി ബ്ലോഗേഴ്സ് അങ്ങനെ തന്നെ ചെയ്യാറുള്ളൂ. ഇത് ഒരു എന്താ പറയാ ഒരാൾക്ക് മനസ്സിലാവണല്ലോ. വെറുതെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, ലൈക്ക് ഇത് കുറെ സമയം എടുക്കുന്ന പരിപാടിയാണ്, സമയം എടുത്തിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഇത്രയും നേരം എടുക്കുന്നുണ്ടെന്നുള്ളത് വീഡിയോ സ്പീഡ് കൂട്ടി വെക്കാതെ നമുക്കൊന്ന് കാണിച്ചു കൊടുത്താൽ അറ്റ്ലീസ്റ്റ് ആർക്കെങ്കിലും എനിക്കുണ്ടായിരുന്നു ആ ഒരു തെറ്റിദ്ധാരണ, പെട്ടെന്ന് വരക്ക് തീരണ ഒരു പരിപാടിയാണുള്ളത്. അതല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു ഹെൽപ്പിംഗ് ആണല്ലോ. ഓക്കെ, ഇപ്പൊ ഏതാണ്ട് തീരുമാനമായിട്ട് നമുക്ക് സമയം എത്രയും നോക്കേ. ഓക്കെ, 12:56 ഓക്കെ, 12:56 ഓൾമോസ്റ്റ് ഒരു 2 മിനിറ്റ് അടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. വർത്താനം പറയണ ഒരു ഗ്യാപ്പ് കുറച്ച് ഒരു 2 മിനിറ്റ് അടുത്ത് ഞാൻ ഇങ്ങനെ ഫുൾ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോർമലി അത്രയും ടൈം എടുക്കാറുണ്ട്. എല്ലാവരും അങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടല്ല. വലിയ യൂട്യൂബേഴ്സ് ഒക്കെ എത്ര സമയം എടുക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഒബ്വിയസ്ലി ഞാൻ അവിടെ അത്രയും എക്സ്പേർട്ട് അല്ല. അപ്പൊ എനിക്ക് ഓൾമോസ്റ്റ് 2 മിനിറ്റ് വരെയാണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പൊ ഓക്കെ, അപ്പൊ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ബിഗിനർ ആണെങ്കിൽ ഞാൻ പറയാ ഇത്രയും നേരെങ്കിലും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നാലേ ആ ഒരു എന്താ പറയാ എന്തോ ഒരു സാധനം മുഖത്ത് വന്നിട്ട് ആകെ ഒരു ബ്ലെൻഡ് ആവാതിരിക്കുന്ന ഒരു വൃത്തിയിട്ട അവസ്ഥയിൽ നിന്ന് ഒരു നാച്ചുറൽ ഫിനിഷിങ് നമുക്ക് തോന്നുള്ളൂ. അപ്പൊ ഓക്കെ, ഇനിയിപ്പോ എന്തായാലും നമുക്കൊരു ലിപ്സ്റ്റിക്കും കൂടെ ഇടാം. ഓക്കെ, അപ്പോ see you all in my next video. Till then, take care. Bye bye. Look beautiful and be happy. Bye.